ഫ്ലെക്സിന്റെ കേസിലാണെങ്കിലും കട്ടൗട്ടറിന്റെ കേസിലാണെങ്കിലും ഫാൻ ബേസിൽ ബ്രസീലും അർജന്റീനയുടെ ഒക്കെ കട്ടൗട്ടറും ഫ്ലെക്സുകളും നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ വേൾഡ് കപ്പും പോലെയല്ല. ഇപ്പൊ കട്ടക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടറും പൊങ്ങുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അയാളുടെ മാർക്കറ്റ്. ഏതൊരു ബ്രസീലിയൻ ആരാധകനാണെങ്കിലും അതുപോലെ തന്നെ അർജന്റീനൻ ആരാധകനാണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിട്ട് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തോട്ട്സ് ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ടായി. അദ്ദേഹം ഒരു പ്രൈവറ്റ് ജെറ്റ് മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചിന്ത മാറ്റിയിട്ട് അദ്ദേഹം പോർച്ചുഗലിലുള്ള 100 സ്കൂളിലേക്ക് 100 ബസ് കൊടുത്തിട്ട് ആ കുട്ടികൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് ആ ആകാശത്തിരിക്കുന്ന പ്രൈവറ്റ് ജെറ്റിനെക്കാട്ടിലും വില അദ്ദേഹത്തിന്റെ ആ കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും വ്യത്യസ്തനാക്കുന്നത്. ദ ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞ പോലെ ഈ അവസാന വേൾഡ് കപ്പ് അദ്ദേഹത്തിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല കേട്ടോ പറയുന്നത്. കാരണം പോർച്ചുഗൽ നല്ല ടീമുണ്ട്. ഇന്നലെ ബ്രസീലിന്റെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഒന്നുകൂടി സെറ്റ് ആവാനും അതുപോലെ നെയ്മറെ മിസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നെയ്മർ മിസ് ചെയ്ത ആൾക്കാരുണ്ടാവും. കാരണം ബ്രസീലൊന്നും അതല്ല. ബ്രസീൽ നമുക്കൊക്കെ അറിയാം, പറന്ന് കളിക്കുന്ന ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള നല്ല കിടിലം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കളിയാണ് നമ്മൾ എപ്പോഴും ബ്രസീലിന്റെ അടുത്ത് കാണാറുള്ളത്. അപ്പൊ നമുക്ക് ഒരുപാട് സങ്കടമായി. നെയ്മർ തിരിച്ചു വരട്ടെ, നല്ല കളികൾ കാഴ്ചവെക്കട്ടെ. പിന്നെ ഒരു ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഏത് ടീമിന്റെ കളിയാണെങ്കിലും നല്ല സന്തോഷത്തോടെ ആസ്വദിച്ച് ഒരു ടീം തോൽക്കാൻ വേണ്ടിയിട്ടല്ല, ഏറ്റവും നല്ല സുന്ദരമായ കളികൾ നമ്മൾ കണ്ടിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ, കാരണം അടുത്ത വർഷമൊക്കെ നമ്മൾ ഉണ്ടാവുമെന്നല്ല, എന്തായാലും ഈ അവസാന വേൾഡ് കപ്പ് നമുക്കൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം ഒരു ലെജൻഡിന്റെ അവസാന കാലഘട്ടം കൂടി കാണാൻ പറ്റുക. അത് മെസ്സി ആയിക്കോട്ടെ, നെയ്മർ ആയിക്കോട്ടെ, ക്രിസ്ത്യാനോ ആയിക്കോട്ടെ, അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാർ. പക്ഷെ ഇന്നലത്തെ കളിയിൽ അയ്യൂമി എന്ന് പറഞ്ഞ പ്ലെയറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഇതൊക്കെ അവരോട് ചോദിച്ചാലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അത് കളി കൊണ്ട് മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ബേസ് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ അദ്ദേഹം ഒരു ടാറ്റു ശരീരത്തിൽ അടിച്ചില്ല. അദ്ദേഹത്തിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ കുറെ കാരണങ്ങളുണ്ട്. അതുപോലെ ഒരു വലിയ ആരാധകനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതായത് ആഗ്രഹമാണത്, അത് നിങ്ങളോടുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ കപ്പ് പൊക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനോന്റെ ഫാൻസ് മാത്രമല്ല, അതിനപ്പുറമുള്ള ആളുകളും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്തായാലും പോർച്ചുഗലിനെ കപ്പ് സ്വന്തമാക്കാൻ കഴിയട്ടെ. നല്ല കളികൾ ഈ വേൾഡ് കപ്പിൽ കാണാൻ നമുക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. താങ്ക് യു.